ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയ്യോ, നടക്ക പതിയെ. എടാ, അയ്യോ, എടാ, ഇതെന്തു പറ്റിയടാ? ഇതെന്തു പറ്റിയെന്ന്? ഒരുത്തനെടുത്തിട്ട് ചാമ്പിയതാ. ഞാൻ ഇടപെട്ടുകൊണ്ട് വലിയ ഏനക്കേടൊന്നും സംഭവിക്കാതെ ഈ പരുവത്തിനിങ്ങ് കിട്ടി. ഇല്ലെങ്കി ആ പിള്ളേര് മാർക്കറ്റിൽ എവിടെയും ഓടിച്ചു മടക്കാൻ കിട്ടാനെ. ശ്ശോ. തന്നെ നടക്കാൻ പറ്റില്ല, അങ്ങോട്ട് എടുക്കട്ടെ? കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം. വരുന്ന വഴിക്കൊരു ക്ലിനിക്കിൽ കാണിച്ചു. കാലിന് ചെറിയൊരു ഉളുക്കുണ്ട്, അതിന്റെ വേദനയും കാണും. ഇത്തരം കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ടാ ചെയ്യുന്നത് ആട്ടിൻ സൂപ്പ് അങ്ങ് കുടിക്കും. 2 ദിവസത്തിനുള്ളിൽ ശരീരത്തിന്റെ ഏനക്കിടങ്ങ് മാറിക്കിട്ടുമെന്നേ. രോഹിത്തെ, ഇതാര്? ഇയാൾക്ക് ഇത് തന്നെയാണോ പണി? അയ്യോ, അടിമേടിക്കുന്ന പരിപാടിയൊന്നും എനിക്കില്ല, കൊടുത്തേ ശീലമുള്ളൂ. ഈ അടുത്തൊരു പ്രാവശ്യം തിരിച്ചും കിട്ടി. അവിടെയാണ് ആട്ടിൻ സൂപ്പിനെ ആശ്രയിച്ചത്. അതെ, പിന്നെ സൂപ്പ് ഉണ്ടാക്കുമ്പോഴേ ആടിന്റെ തല തന്നെ വാങ്ങി സൂപ്പ് ഉണ്ടാക്കണം, എന്നാലേ ആ ചതവങ്ങ് മാറിക്കിട്ടും. പിന്നെ മുട്ട വാട്ടി ഒരു പണിയുണ്ട്, എന്നാലും സൂപ്പാ നേരെ കയറി കൊളുത്തുന്നത്. എന്നാ പിന്നെ സുഹൃത്തെ, പോയിക്കോട്ടെ. ഇനിയെങ്കിലും ഇതുപോലുള്ള ആൾക്കാരുടെ അടുത്ത് പോകുമ്പോ ഒന്ന് കരുതി പോണം. ചെറിയൊരു പേനാക്കത്തിയെങ്കിലും കൈ വേണം. അതുകൊണ്ട് കുത്താനും മന്താനും ഒന്നുമല്ല, ഒരു ധൈര്യത്തിന്. പ്രത്യേകിച്ച് ഇതുപോലെ വാങ്ങിയ കാശ് തിരിച്ചു ചോദിക്കാൻ പോകുമ്പോഴെങ്കിലും ഒരു മരുന്നിനുള്ള ടൂള് നമ്മുടെ കൈ വേണം. അതൊരു ധൈര്യം. ആര് വന്നാലും എന്നെ ജയിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു ധൈര്യം. ആ ധൈര്യം ഒന്നും മാത്രം മതി ആദ്യത്തെ അടി അവർക്ക് നൽകാനായിട്ട്. ആ അടിയിൽ അവരൊന്ന് പതറിയ നമ്മൾ ജയിച്ചു. കേട്ടില്ലേടാ പറഞ്ഞതൊക്കെ? അടി വാങ്ങിക്കാൻ മാത്രല്ല, തിരിച്ചു കൊടുക്കാനും അറിയണം. നാണമില്ലല്ലോ ഇങ്ങനെ അടിയും കൊണ്ട് വന്നിരിക്കാൻ. ഒരടിയെങ്കിലും നീ അവരെ തിരിച്ചടിച്ചോന്ന്. അയ്യോ, ഇയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അടിച്ച ടീമിനെ എനിക്ക് അറിയാവുന്നതാ. അവരുടെ മുന്നിൽ അടിച്ചു നിൽക്കാനൊന്നും ഇയാളെ പോലുള്ളവർക്ക് പറ്റില്ല.